ഇതാരാണ്? ഇത് ഞാൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന എന്റെ പുതിയ ഭാര്യ. അപ്പൊ ഞാനോ? നീ ഉള്ളതും ഇല്ലാത്തതൊക്കെ കണക്ക് തന്നെയാണ്. നിന്നെയൊക്കെ അല്ലെങ്കിൽ എന്തിനു കൊള്ളാം. 10-12 വർഷമായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇതുവരെ എനിക്കൊരു കുട്ടിനെ തരാൻ പറ്റിയിട്ടുണ്ടാ? ഭാര്യ അത്ര ഭാര്യ. അല്ലെങ്കിൽ നിനക്ക് അതിനുള്ള കഴിവില്ലാന്നു നീ തെളിയിച്ചത് തന്നെയല്ലേ. പെണ്ണുങ്ങളായാലേ പ്രസവിക്കണം. പ്രസവിക്കാത്ത പെണ്ണിനെ ഭാര്യ എന്ന് പറഞ്ഞിട്ട് കൂടെ കൊണ്ട് നടന്നിട്ട് എനിക്ക് എന്താ കാര്യം? വെറുതെ അലങ്കാരത്തിനാ. ഇനി മുതലേ ഇവളാണ് എന്റെ ഭാര്യ. എനിക്ക് എന്റെ സ്വത്തുക്കൾക്കൊക്കെ ഒരു അവകാശം വേണം. ഇവൾക്ക് പറ്റും എനിക്കൊരു കുട്ടിനെ തരാൻ. അപ്പൊ പിന്നെ ഞാൻ എന്തിനാ ഈ വീട്ടില്? അത് ഞാൻ പറയാൻ വരികയായിരുന്നു. എനിക്ക് വേണമെങ്കിൽ ഈ വീട്ടിലിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് പോവാ. അതൊക്കെ നിന്റെ ഇഷ്ടം. എന്നാലും ആ ദുഷ്ടൻ ഇങ്ങനെ ചെയ്തല്ലോ ആ പെണ്ണിനെ കൊണ്ട്. എന്ത് നല്ല പാവമായിരുന്നു ആ പെണ്ണ് അവിടെ. നിങ്ങളുടെ ഈ വയസ്സാം കാലത്ത് പേക്കൂത്തുകൾ കണ്ടിട്ടൊന്നും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഞാൻ പോവാണ്. പോണെങ്കിൽ പോ. ആര് പറഞ്ഞു നിന്നെ കൊണ്ട് ഇവിടെ നിൽക്കാന്? ഞങ്ങൾ പുതുതായി കല്യാണം കഴിച്ചല്ലേ, ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസി ഒക്കെ വേണം. നീ വാങ്ങുന്നത്. അവള് പോണെങ്കിൽ പോട്ടെ. നോക്കിക്കോളി നിങ്ങൾ അനുഭവിക്കുന്നത്. അവൾ എന്ത് കണ്ടിട്ടാണ് നിങ്ങളുടെ കൂടെ ഇറങ്ങി വന്നതെന്ന് എനിക്കറിയില്ല. നിങ്ങൾ അനുഭവിക്കും. നോക്കിക്കോളി. നീ പോകാൻ നോക്കടി. ഈ ശല്യം ഒഴിഞ്ഞു. ഞാനായിട്ട് എങ്ങനെ പുറത്താക്കാൻ പറഞ്ഞിട്ട് നിൽക്കായിരുന്നു. അവളായിട്ട് എന്നെ പോയത് നന്നായി. അവളിവിടെ ഉണ്ടെങ്കിലേ നമുക്കൊന്ന് മിണ്ടാനും പറയാനും കൂടിയിട്ട് നേരാൻ വേണ്ട സൗകര്യം ഉണ്ടാവില്ലാന്ന്. ശല്യം അങ്ങ് ഒഴിഞ്ഞു. നീ വാങ്ങുത്തേ. സൈന, നീ പോവാണ്? നീ എന്തിനാ പോണത്? അങ്ങനെ എല്ലാം അവൾക്ക് വിട്ടുകൊടുക്കണ്ട. പിന്നെ ഞാനിവിടെ നിന്നിട്ട് അവന്റെ കാണിച്ചുകൂട്ടലുകളൊക്കെ കണ്ടു നിൽക്കണം എന്നാണ് നിങ്ങൾ പറയുന്നത്. എന്നെ കൊണ്ട് അതിനാകില്ല. അവൻക്ക് ഒരുപാട് സ്വത്തുക്കളുണ്ടല്ലോ. അതിന്റെ അഹങ്കാരമാണ് അവൻ കാണിക്കുന്നത് നിന്നെ കൊണ്ട്. പടച്ചനൊരുത്ത മേലെ ഉണ്ടല്ലോ, അവൻ കാണണ്ടല്ലോ. അല്ല പാവം തന്നെ. വാ ഇരിക്കി. ഇനി ഈ സ്വത്തുക്കളൊക്കെ നിനക്കും കൂടി ഉള്ളതാണ്. 3 തലമുറയ്ക്ക് ഇരുന്ന് തിന്നാനുള്ള സ്വത്തുക്കളുണ്ട്. അവളെന്തായാലും പോയില്ലേ. ഇനി ഈ സ്വത്തിൽ നിന്ന് ഒരു നയ പൈസ ഞാൻ അവൾക്ക് കൊടുക്കില്ല. അതിനുള്ള യോഗം അവൾക്ക് ഇല്ല. കല്യാണം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി, 10-12 വർഷമായി. ഇതുവരെ എനിക്കൊരു കുട്ടിനെ തരാൻ കഴിവുണ്ടായിട്ടില്ല അവൾക്ക്. ഇനി ഈ സ്വത്തുക്കളൊക്കെ നിനക്കും കൂടി ഉള്ളതാണ്. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഒരു കുട്ടിനെ തരാൻ നീ. വാ നമുക്ക് ഉറങ്ങാം. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നാ മതിയാ? വാ. ഇതാരാണ് ആ വീട്ടിലൊരു പുതിയൊരാള്? ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ. നോക്കട്ടെ. എന്താ പേര്? ഉള്ളിപ്പോടി. മതി നിന്റെ ചെടി നനയേക്ക. അപ്പുറത്തും കണ്ണിക്കണ്ട അലവരാതികളൊക്കെ വായി നോക്കാൻ നിൽക്കും. നീ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. ഉള്ളിപ്പോ. കണ്ട വായി നോക്കി ചെക്കന്മാരെയൊക്കെ വായി നോക്കിക്കൊണ്ട് നിൽക്കുന്ന അവള്. ഇനി മുതലേ ഈ വീട്ടിന്റെ പുറത്തിറങ്ങണ്ട. നീ എന്ത് വേണമെങ്കിലും പറഞ്ഞാൽ മതി, ഞാൻ കൊണ്ട് തരും. അപ്പൊ മുറ്റോടിക്കാൻ പോട്ടെ പുറത്തേക്ക്? ഒന്നും നീ ചെയ്യണ്ട, എല്ലാം ഞാൻ അടിച്ചു വാരിക്കോളാം. ഇതെന്താ ഇയാള് മുറ്റോടിക്കുന്നത്? എവിടെ നമ്മണ്ട ആള് കാണാനില്ലല്ലോ. ഓരോ വായി നോക്കികള്
മറ്റുള്ളവർ കഷ്ടപ്പെട്ട് ഓരോന്ന് ഒപ്പിച്ചു കൊണ്ടുവരുന്നതിന് വായി നോക്കിയിട്ട് അടിച്ചു മാറ്റാൻ നോക്കണം. വായി നോക്കിയോളൂ. ഷഹാന, കുടിക്കാൻ കുറച്ച് വെള്ളം എന്താ? ഇവിടെ എന്താ കേട്ടില്ലേ? ഡീ ഷഹാന, അതാ വരുന്നു. എന്താണ്? കുടിക്കാനേ കുറച്ച് വെള്ളം എടുക്ക്. ഇതാ വെള്ളം. ഞാൻ വിളിച്ചപ്പോ നീ എവിടെയായിരുന്നു? വരെ നിന്റെ സ്വഭാവത്തിലൊരു മാറ്റം ഞാൻ കാണുന്നുണ്ട്. അതെ, ഇവിടെ നടക്കില്ല. എന്നെ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ മാത്രം നിനക്ക് ഇവിടെ ജീവിക്കുക. മനസ്സിലാകണ്ട? അതല്ല വേറെ എന്തെങ്കിലും മനസ്സിലിരിപ്പുണ്ടെങ്കിൽ നീ വിവരം അറിയും. നിന്നെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടേ 4 മാസം കഴിഞ്ഞു. ഇതുവരെയായിട്ട് നല്ലൊരു വാർത്ത പറഞ്ഞില്ലല്ലോ. നീ ഇനി അവളെ പോലെ പ്രസവിക്കില്ലേ? ഇനി ഞാൻ വേറെ കെട്ടേണ്ടി വരുമോ? എന്നാ ഇതിൽ 5 ലക്ഷം രൂപയുണ്ട്. ഇത് അൽമാറിയിൽ വെക്കി. പറമ്പത്തെ തേങ്ങ കൊടുത്ത പൈസയാണ്. എന്നാ ഞാൻ ചോദിക്കുമ്പോൾ ആ പൈസ തരണം. കൊണ്ടെടുത്ത് വെക്കി. അപ്പോഴും ഞാൻ നിന്നെ കൊണ്ട് പറഞ്ഞതല്ലടാ കുട്ടിയും കുടുംബവും ഇല്ലാത്ത എനിക്ക് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന്. ഞാൻ പറഞ്ഞത് കേട്ടാ നീ? അവനൊരു കള്ളനാണെന്ന് ഞാൻ അറിഞ്ഞ. ഇപ്പൊ എന്റെ കാർ അവൻ എടുത്തിട്ട് പോകുമെന്ന് ഞാൻ സ്വപ്നത്തിൽ കണ്ട. എന്നാ പിന്നെ കൊടുക്കുവോ? കണ്ടപ്പോ ഡീസന്റ് തോന്നി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിനക്ക് സമയമുണ്ടാ? നിനക്ക് നിന്റെ കെട്ടിയോട് പറഞ്ഞതല്ലേ വലുത്. കെട്ടിയോളെ സ്നേഹിക്കേണ്ടെന്നൊന്നും അല്ല, കുറച്ചൊക്കെ ഉമ്മമാര് പറയണതും മനസ്സിലാക്കണം. എല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഇരിക്കും. ഇപ്പൊ അനുഭവിച്ചോ? ആർക്ക് പോയി? നിനക്ക് പോയി. അല്ലെങ്കിൽ ഞാൻ വലിയ ടെൻഷനിൽ നിൽക്കണം. നിങ്ങൾ അതും ഇതും പറഞ്ഞിട്ട് ഓരോന്ന് പെറുപെറുക്കാണ്ട് മിണ്ടാണ്ടിരിക്കുക. അവിടെ മനുഷ്യനോട് ഭ്രാന്തെടുത്തിരിക്കുമ്പോ എന്തോ അവിടെ പ്രശ്നമുണ്ടല്ലോ. ഖദീജമ്മ, എന്താണ് അവിടെ? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? അപ്പൊ നിങ്ങൾ ഒന്നും അറിഞ്ഞില്ലേ? ഇവിടെ മേലെ താമസിച്ചുകൊണ്ടിരുന്നില്ല ഒരുത്തനെ വാടകയ്ക്ക്. അവനെ ഇവന്റെ കാറും കട്ടുകൊണ്ട് പോയി. ഞാൻ അപ്പഴും പറഞ്ഞതാണ് കുട്ടിയും കുടുംബവും ഇല്ലാത്തവനിക്ക് വാടകയ്ക്ക് കൊടുക്കണ്ടെന്ന്. കേട്ടില്ല. അവനക്കല്ലെങ്കിലും അവന്റെ ഭാര്യ പറയണതല്ലേ കേൾക്കുള്ളൂ. നമ്മുടെ വാക്കുകളൊന്നും കേൾക്കൂലോ. കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മക്കൾക്കൊക്കെ ഭാര്യമാര് മതി. അവൻ പോയാ സമാധാനമായി. ബാക്കിയുള്ളവർക്കൂടെ മനസമാധാനത്തിൽ ഇരിക്കാലോ. അവന്റെ ജിമ്മും അവന്റെ ഒരു മസിലും. ഷഹാന, ചായ എടുത്ത്. എനിക്ക് അവനെ കണ്ടപ്പോ തന്നെ തോന്നിയതാണ് വശപ്പശക്. ഞാൻ കൊടുക്കണ്ടടാന്നും പറഞ്ഞതാണ്. അവൻ കേട്ടില്ല. അവന്റെ ഭാര്യ പറയുന്നതാണല്ലോ അവനിക്ക് വലുത്. ഷഹാന, ചായ. ഇവിടെ വിളിച്ചു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് കാണില്ല. ഖദീജാത്ത, ഷഹാനെ കണ്ട? അവിടെ ഇല്ലേ? ഇല്ല, രാവിലെ കാണിച്ചിട്ട് ഞാൻ അവളെ കണ്ടിട്ടില്ല. അവളെയും കാണാനില്ലേ? എന്നാലേ അവൻ അവളെയും കൊണ്ട് പോയി. ഞാൻ കൊറേ ആയി കാണുന്നു. അവൻ മേലെയും അവള് താഴെയും കണ്ണും കൈയൊക്കെ കാണിക്കുന്നത്. എന്നെ കാണുമ്പോ അങ്ങോട്ട് ഓടും. ഇപ്പോഴല്ലേ മനസ്സിലായത് അവൻ അവളെയും കൊണ്ടുപോയി. എന്റെ മകനെ കാറും കൊണ്ടുപോയി. എനിക്ക് അങ്ങനെ തന്നെ വേണോടോ. അല്ലെങ്കിലും നല്ലോരത്തിന് വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരുത്തരെ കൂട്ടിയിട്ട് വരുമ്പോഴേ ആലോചിക്കണം. ഇപ്പൊ എന്തായി? ഉത്തരത്തിലുള്ളത് കിട്ടിയൂല, കഷത്തിലുള്ളത് പോകുകയും ചെയ്തു. എന്ത് നല്ല സ്വഭാവമായിരുന്നു നിന്റെ ഭാര്യ. അവളിനോട് നീ ഇങ്ങനെ ചെയ്തല്ലോ. ഇതെന്താ കയ്യില്? അന്നോ എന്റെ പൈസ.
എല്ലാം പോയല്ലോ റബ്ബേ. എൻ്റെ പൈസ, എൻ്റെ സ്വത്തുക്കൾ എല്ലാം പോയി. ഞാൻ പോകുന്നു. നിങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് എൻ്റെ ജീവിതം വേസ്റ്റാക്കാൻ ഞാൻ നിൽക്കണില്ല. ശരിയാണ്, ഞാൻ നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടിട്ട് തന്നെയാണ് നിങ്ങളുടെ കൂടെ വന്നത്. അല്ലാണ്ട് നിങ്ങളുടെ അടിമനെ പോലെ ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ജീവിക്കുക എന്നുള്ളത് ഉദ്ദേശത്തിലല്ല. നിങ്ങൾക്ക് എനിക്കൊരു കുട്ടിനെ തരാൻ കഴിവില്ല, അത് നിങ്ങളെ കൊണ്ട് പറ്റില്ല. അല്ലാണ്ട് നിങ്ങളുടെ മുമ്പത്തെ ഭാര്യയ്ക്കൊന്നും അല്ല കുറവ്, നിങ്ങൾക്ക് തന്നെയാണ് കുറവ്. നിങ്ങളുടെ കൂടെ ഞാനും ജീവിച്ചിട്ട് എൻ്റെ ജീവിതം കൂടി ഞാൻ വേസ്റ്റാക്കാൻ ഞാൻ നിൽക്കണില്ല. എന്നെ നിങ്ങൾ ഉപേക്ഷിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ ഞാൻ നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് പോണത്. പിന്നെ പോകുമ്പോഴേ ഞാൻ നിങ്ങളുടെ സ്വത്തുക്കളും കൂടി എടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യുന്നത് ചതിയാണെന്ന്. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ചെയ്തത് ചതിയല്ലേ, അതുപോലെ തന്നെ ഇതും. നല്ല കോലം ഉണ്ടല്ലോ കാണാന്. എന്താ ചന്തം, കടക്കട കണ്ടില്ലേ. ഹണിമൂണൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് എടുക്കായിരിക്കൂല്ലേ. എവിടെ നിങ്ങളുടെ പുതിയ കെട്ടിയവള് വിട്ടിട്ട് പോയില്ലേ? നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണമെന്ന് എന്നെ കൊണ്ട് ചെയ്ത് ചതിക്ക്. അവള് നിങ്ങളുടെ കൂടെ വന്നതേ നിങ്ങളുടെ സ്വത്തുക്കൾ കണ്ടിട്ടാണ്, അല്ലാണ്ട് നിങ്ങളുടെ സ്നേഹം കണ്ടിട്ടൊന്നുമല്ല. അതും കൂടി മനസ്സിലാക്കാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ. നിങ്ങൾ പറയാറുണ്ടല്ലോ നിങ്ങളുടെ സ്വത്തുക്കളൊക്കെ നോക്കി നടത്താൻ മക്കൾ വേണമെന്ന്. ഇപ്പൊ സ്വത്തുക്കൾ അവിടെ, സ്വത്തുക്കളും ഇല്ല മക്കളും ഇല്ല. അതാണെന്ന് പഠിച്ചോന്. നിങ്ങൾ എന്തുകൊണ്ടാണോ അഹങ്കരിച്ചത് അതിപ്പോ നിങ്ങളുടെ കയ്യിലില്ല. വെള്ളം ഒരു ഗ്ലാസ് വെള്ളം പോലും തരാൻ ആരും ഇല്ലാണ്ടായില്ലേ. എന്താ കുടിക്ക്. ഖദീജമ്മ പറഞ്ഞു ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോ നിങ്ങൾ ഇങ്ങനെ സുഖമില്ലാണ്ട് കിടക്കണമെന്നും അവള് വേദവരത്തിന്റെ കൂടെ പോയിരുന്നു. അപ്പൊ ഒന്ന് വന്ന് കാണാന്ന് പറഞ്ഞിട്ട് വന്നതാണ് ഞാൻ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിങ്ങളുടെ കൂടെ 10-12 വർഷം ജീവിച്ചതല്ലേ. അവളെ പോലെ ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവളും ഞാനും തമ്മിൽ എന്താ വ്യത്യാസം? എനിക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ടല്ലോ നിങ്ങൾ അവളെ കൂട്ടിയിട്ട് വന്നത്. എന്നിട്ട് നിങ്ങൾ കുറെ കാലം അവളുടെ കൂടെ താമസിച്ചല്ലോ. എന്നിട്ട് കുട്ടികൾ എവിടെ നിങ്ങൾക്ക്? ഇപ്പൊ മനസ്സിലായില്ല ആർക്കാണ് കുറവെന്നുള്ളത്. എന്നിട്ട് വലിയ കാര്യത്തിൽ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞു. ഇപ്പൊ എന്തായി? ഉള്ള സ്വത്തും പോയി. അല്ലെങ്കിൽ ചില ആണുങ്ങൾ അങ്ങനെയാണ്, സ്വന്തം കുറവ് മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഭാര്യമാരിനെ കുറ്റം പറയും. പറഞ്ഞിട്ട് കാര്യമില്ല. ഇതൊക്കെ നിങ്ങളൊന്ന് കണ്ടിട്ടേ നേരിട്ട് പറയാന്ന് പറഞ്ഞിട്ട് വന്നതാണ്. ഞാൻ പോണു. സൈന, സൈന, നീ എന്നോട് ക്ഷമിക്ക്. എനിക്കറിയാണ്ട് പറ്റിപ്പോയി. ഞാൻ നിന്നെ കൊണ്ട് ദ്രോഹം ചെയ്തു. പടച്ചോനെ എനിക്ക് അതിന് ശിക്ഷ തന്നു. നീ എന്നെ വിട്ടിട്ട് പോകട്ടെ സൈന. എനിക്ക് ആരുമില്ല. നീ എന്നോട് ക്ഷമിക്ക് സൈന. മാപ്പർഹിക്കാത്ത തെറ്റാണ് ഞാൻ ചെയ്തത്.